വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി സന്ധ്യയിൽ അമ്മ പ്രാർത്ഥിക്കണമേ. ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പെട്ടെന്നിരുന്നോ. പെട്ടെന്നിരുന്നില്ലേ അധികം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. ദൈവം ഈ സന്ധ്യയിൽ, നമ്മുടെ കൺവെൻഷൻ്റെ 5ാമത്തെ സന്ധ്യയിൽ ദൈവം നമ്മളെ ആരോഗ്യത്തോടെ കൂട്ടിക്കൊണ്ട് വന്നു. കർത്താവിൻ്റെ കരുണയാണ് അല്ലേ? അതെ. നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ? ആ, സന്തോഷമായിരുന്നല്ലേ? ഓക്കെ. അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ഒരു അനുഗ്രഹമായിട്ട് മാറ്റി ഇത്. അതായത് മഴ പെയ്ത് നമ്മൾ ആദ്യത്തെ ദിവസം വിഷമിച്ചെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവം നമുക്ക് തന്നു. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ ഓർക്കുമ്പോൾ. വെറുതെ പറയുന്നതല്ല, നിങ്ങളെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. അതായത് ദൈവമക്കൾ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, പാവപ്പെട്ടവരാണെങ്കിലും വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും, സമ്പത്തുണ്ട് എന്നാലും വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതുമൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇത്തിരി സന്തോഷത്തോടെ വചനം കേൾക്കാൻ ദാഹത്തോടെ വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ വരുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ചല്ല, വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇത്ര ദാഹത്തോടെ വന്നു, വചനം ബൈബിള് കൊണ്ടുവന്നു, പിന്നെ നന്നായിട്ട് വായിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നന്ദി. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വർഷം എനിക്ക് തോന്നുന്നു കൊല്ലം രൂപത കൺവെൻഷനുണ്ട്. അപ്പം അതിന് നിങ്ങൾ വരുമോ? അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വർഷമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൂടുതൽ വളരാൻ നമ്മളെ സഹായിക്കും. തങ്കശ്ശേരിയിൽ ഡോക്ടർ ജോണിൻ്റെ ധ്യാനമുണ്ട്. എന്നാണത്? 27, 28, 29. അതിന് നിങ്ങൾ പോകണം. അപ്പോൾ അതിന് പോയിട്ട് എന്ത് ചെയ്യണം? അത് കൂടുതൽ നമ്മളെ ഈ കൃപയിൽ ഈ പുതിയ വർഷത്തിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി പ്രവേശിക്കാൻ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഈ രൂപതയുടെ അഭിവന്യ പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. പിതാവ് നമ്മളെ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മെത്രാൻ്റെ ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം വളരെ വലുതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വികാരിയച്ഛനാണ് കേട്ടോ. ഞാൻ ധ്യാനഗുരു അല്ല. ഞാൻ ആരാണ്? ഒരു വികാരിയച്ഛനാണ് ഞാൻ. അപ്പോൾ എനിക്ക് പള്ളിയുണ്ട്. അപ്പോൾ എൻ്റെ പള്ളിയിൽ, ഞാൻ പുതിയ പള്ളിയിലേക്ക് സ്ഥലം മാറി ചെന്നപ്പോൾ ഞാനവിടെ കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, ഈ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഓടിൻ്റെ മേളിൽ, ചോരാതിരിക്കാൻ വേണ്ടി. പിന്നെ ശനിയാഴ്ച രാത്രി അവിടുന്ന് വിളിച്ച് ചോദിക്കും, പള്ളിയിലെ കാറ്റക്കിസ്റ്റ് ഉപദേശി വിളിച്ച് ചോദിക്കും, നാളെ കുർബാന ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം, അന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ടാവും. മഴ പെയ്താൽ അൾത്താരയിലും അതുപോലെ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തും എല്ലാം വെള്ളം നിറഞ്ഞ് എല്ലായിടത്തും വെള്ളമായി കഴിയുമ്പോൾ ഈ ആൾ വിളിച്ച് ചോദിക്കും, നാളെ ഉണ്ടോ എന്ന് ചോദിക്കും. അതായിരുന്നു എൻ്റെ പള്ളിയിലെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളുകളോട് പറഞ്ഞു, നമുക്ക് പള്ളി വെക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ പള്ളി വെക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്ലാനൊക്കെ വരച്ച് ഗവൺമെൻറ്റിൻ്റെ അനുവാദമൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരു 16,000 രൂപയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് 16,000 രൂപ? പള്ളി പണിയാൻ. അത് അധികമാണ് സത്യം പറഞ്ഞാൽ, 16,000 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു, 16,000 ഉണ്ടോ? ഞാൻ ഒന്നുമില്ലെന്നാണ് ഓർത്ത്. 16,000 ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കുറ്റിയടിച്ച് കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത് പള്ളിപ്പണിയുടെ പിരിവ്, സംഭാവന, ലക്കിടിപ്പ് ഒക്കെ നടത്താൻ പോവാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു,
നിങ്ങളെ ഒരാളുടെ അടുത്ത്, ഞാൻ പറഞ്ഞ വാചകം പറയാം, നല്ല വാക്കല്ല, തെണ്ടാൻ ഞാൻ വിടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ആത്മഹത്യാപരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ദൈവമക്കൾക്കൊരു ദേവാലയം വേണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ദൈവം നടത്തിത്തരും. ദൈവം നടത്തിത്തരണമെങ്കിൽ നിങ്ങൾ ചങ്ക് പൊട്ടി ദൈവത്തെ വിളിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് പണമില്ല, ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ്. പിന്നെ പൈസ തരണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു, ആരാധനകൾ തുടങ്ങി, ജപമാലകൾ തുടങ്ങി, അഖണ്ഡ ജപമാല തുടങ്ങി, ആരാധന തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം വഴി തുറക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി പള്ളി പണിയാൻ തുടങ്ങാവുന്നൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ പണിയെ കല്ലിടാനായിട്ട് പോവാണ്. കല്ലിടാൻ തുടങ്ങുമ്പോൾ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബം പോയി പഞ്ചായത്തിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു, ഇവിടെ ദേവാലയം പണിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ പള്ളി പണിയാൻ സമ്മതിക്കില്ല, കാരണം ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ ഉള്ളതാണ്, നിങ്ങൾ ഭയങ്കര ബഹളമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ വീട് ഇവിടെ വരുന്നതിന് മുമ്പ് സഹോദരി ഈ പള്ളി ഇവിടെ ഉള്ളതാണ്, ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ബഹളമാണെന്ന്. ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്നത് എനിക്ക് തന്നെ വ്യക്തമായിട്ട് കേൾക്കാത്തൊരു മൈക്കാണ്, ഞാൻ തന്നെ അതിൽ നിന്ന് പാടുപെട്ടാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ബഹളമായെന്ന് പറഞ്ഞാൽ അത് ദുരുദ്ദേശപരമാണ്, അത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അനുവദിക്കണം പള്ളി പണി. അവർ സമ്മതിക്കുന്നില്ല. ആ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. അങ്ങനെ പഞ്ചായത്തിൽ എന്നെ വിളിപ്പിച്ചു. അപ്പം ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമിക്കണം, ഇങ്ങനൊരു പരാതി കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇവിടെ നിങ്ങൾക്ക് അനുവാദം എല്ലാം ഉണ്ട്, ഇത് മനഃപൂർവ്വം അവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം, രമ്യതയിൽ ഇത് പരിഹരിക്കാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്ന പരിഹാരം തീർപ്പുണ്ടാക്കാൻ ഒരു ആളിരിപ്പുണ്ട് പഞ്ചായത്തിൽ. ആ ആളുടെ അടുത്ത് ഞാനും ഇരിക്കുകയാണ്, ഈ കുടുംബത്തിലെ മരുമകളും ഇരിക്കുകയാണ്. മരുമകളാണ് അവരുടെ ആളായിട്ട് വന്നിരിക്കുന്നത്, ഇവിടുന്ന് ഞാനാണ്. അപ്പോൾ ഈ ആളുടെ മധ്യസ്ഥതയിൽ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കൊച്ചിനോട്, എന്നെക്കാളും പ്രായം കുറഞ്ഞ കൊച്ചാണ്, ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, എന്തിനാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഉപദ്രവം ചെയ്യില്ല, ഞങ്ങളങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. മാത്രമല്ല പള്ളി നിങ്ങൾക്കൊരു അനുഗ്രഹമല്ലേ, ആ നാടിനൊരു അനുഗ്രഹമല്ലേ. ഇനി ഇതിനേക്കാൾ വലിയ ശബ്ദം തൊട്ടടുത്തുള്ള നിങ്ങളുടെ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്, അവർ വേറൊരു മതത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇതിനേക്കാൾ ഉച്ചത്തിൽ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇതെല്ലാവരും ഈ നമ്മുടെ പോലൊരു രാജ്യത്ത് ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇവിടുന്ന് സൗണ്ട് വരും, ചിലപ്പോൾ അവിടുന്ന് സൗണ്ട് വരും, നമ്മളെല്ലാം അത് ക്ഷമിക്കും, നമ്മളെല്ലാം സഹിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഈ ബഹളം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, ഇതിന് നീ ഇങ്ങനെ തടസ്സം നിൽക്കരുത് എൻ്റെ മോളെ. അപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, എന്തോ സംഭവിച്ചാലും ശരി, ഈ പള്ളി പണി ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പഞ്ചായത്തിലിരുന്ന ആൾ കുറേ തവണ ഇവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് നിസ്സഹായതയോടെ പറഞ്ഞു, അച്ചോ ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇവർ നിങ്ങൾ കോടതി വഴിയോ അങ്ങനെ വല്ലതും പോകാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഞാൻ അന്ന് ഞങ്ങളുടെ അതിരൂപതയുടെ ബിഷപ്പിനെ വിളിച്ചു. ഞാൻ പിതാവിനെ വിളിച്ചിട്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, നമുക്കിനി നമ്മൾ വെച്ചുകൊണ്ടിരുന്ന പള്ളി പണിയാൻ പറ്റില്ല, നമുക്കിനി ആളുകളെല്ലാം വിളിച്ചു കൂട്ടി കല്ലിട്ട് പള്ളി പണിയാൻ നോക്കിയാൽ ചിലപ്പോൾ കോടതി കൊണ്ടുപോയി സ്റ്റേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ കല്ലിടാം, എന്നിട്ട് പണി തുടങ്ങാം. അപ്പോൾ പിതാവ് പറഞ്ഞു, ഓക്കെ നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ അവിടെ വന്നിട്ട് പിതാവ് എന്ത് ചെയ്തു, കല്ലിടാൻ വരികയാണ്. കല്ലൊക്കെ ആശീർവദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കൊക്കെ ഇട്ട് ഇവിടെ എല്ലാം പോയി വീശാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എല്ലാം പോയി അതെല്ലാം വീശി. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ അപ്പുറത്ത് നിന്ന് നമ്മളൊന്നും എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മെത്രാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുരിശുണ്ടല്ലോ, ആ കുരിശ് എടുത്തു. എന്നിട്ട് ആ കുരിശ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഈ 4 ദിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കുരിശെടുത്ത് ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് കുരിശെടുത്ത് തിരിച്ചു വെക്കും മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി നമ്മൾ കാണാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ.
ഞാൻ ചുരുക്കി പറയാം. ഏതാണ്ട് ഒരു 7 മാസം കൊണ്ട്, നിങ്ങൾ വിശ്വസിക്കില്ല, പള്ളി പണി തീർന്നു. 7 മാസം കൊണ്ട് പള്ളി പണി തീർന്നു. എനിക്ക് ലോകത്ത് ഇത്രയും വേഗതയിൽ പള്ളി പണി തീർന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പള്ളി പണി തീർന്നു. ഓക്കെ, തീർന്നു എന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് ആ പള്ളി ഒരിക്കലും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആ കുടുംബമാണ് ഇന്ന് ആ പള്ളിയുടെ ഏറ്റവും വലിയ സ്നേഹിതർ. അതായത് ആ പള്ളിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ അവർ വരും, നമ്മളോട് കൂടെ ഭക്ഷണം കഴിക്കും. നമുക്ക് പള്ളിയിൽ എന്തെങ്കിലും കാര്യം വന്നാൽ സംഭാവന തരും. അവരുടെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് പറയും. പള്ളിയുടെ കുരിശടിയിൽ ലൈറ്റ് ഓണായി കിടന്നാൽ അവരും ഒന്ന് ഓഫ് ചെയ്യും. അവർക്ക് നമ്മളോട് വലിയ സ്നേഹവും വലിയ താല്പര്യവും വലിയ ഒരു അനുഭവം ഉണ്ടാവാൻ പരിശുദ്ധാത്മാവ് ഈ മെത്രാൻ ആശീർവദിച്ചപ്പോൾ സഹായിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു 100 ഉദാഹരണം പറയാം ഇങ്ങനെ. അതായത് ദൈവം കൈവപ്പ് നൽകി, അപ്പസ്തോലികമായ ഒരു പിന്തുടർച്ചാവകാശം നൽകി അധികാരം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആശീർവാദത്തിന് വലിയ വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതിനെ നമ്മൾ നിസ്സാരമാക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ പിതാവിനോട് ചേർന്ന്, വൈദികരോട് ചേർന്ന്, നമ്മുടെ നേതാക്കന്മാരോട് ചേർന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ സഭയുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള മുന്നോട്ട് പോകലിന് ആവശ്യമായിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഇന്ന് പിതാവ് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ അത് ചെറിയൊരു കാര്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ചെറിയ കാര്യമല്ല. ഈ തിരുവനന്തപുരത്ത് അനിൽ ജസി എന്ന പേരുള്ളൊരു ശുശ്രൂഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അനിൽ ജസി. ഇങ്ങനൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അനിൽ എന്ന് കേട്ടിട്ടുണ്ട്. അനിൽ ജസി എന്ന് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഈ അനിൽ ജസി എന്ന പേര് അദ്ദേഹം ഇട്ടിരിക്കുന്നത്, അനിൽ അദ്ദേഹത്തിൻ്റെ പേരാണ്, ജസി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ്. നിങ്ങൾ ആരെങ്കിലും ജോൺസൻ്റെ ഭാര്യയുടെ ചേർത്ത് ജോൺസൺ പേരിട്ടിട്ടുണ്ടോ? ഇല്ല, ആരും അങ്ങനെ ചെയ്യില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ചേർത്തിട്ടിരിക്കുന്നതിൻ്റെ കാരണം, വർഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം മാനസാന്തരപ്പെട്ടതായതുകൊണ്ട് ഭാര്യയുടെ പ്രാർത്ഥനയുടെ വിലയാണ് എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അനിൽ ജസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു സംഭവം ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ സൂസേപ്പാക്യം പിതാവ് പള്ളിയിൽ തിരുനാളിന് ഇതുപോലെ വന്നപ്പോൾ സൂസേപ്പാക്യം പിതാവ് ഒരു പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്തോ ആണ്, കൃത്യം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം മൂക്കറ്റം മദ്യപാനിയാണ് അന്ന് അദ്ദേഹം. മൂക്കറ്റം മദ്യപിച്ച് അന്ന് ഇദ്ദേഹം വർഷങ്ങളായിട്ട് ക്ഷയരോഗി. അപ്പോൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും നിർത്താത്ത ചുമ. അങ്ങനെ ഈ ക്ഷയരോഗിയായ മനുഷ്യൻ മൂക്കറ്റം മദ്യപിച്ചിട്ട് പിതാവിൻ്റെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല കുടിച്ചിട്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിതാവ് നടന്നുപോയ വഴിയിലൂടെ ശ്രദ്ധിച്ച് പിതാവിൻ്റെ പുറകിലൂടെ നടന്നുപോയി. പിതാവിൻ്റെ മുമ്പിൽ കയറി നടക്കാൻ ഭയമായതുകൊണ്ട്, കുടിച്ചിട്ടുള്ളതുകൊണ്ട് പിതാവും ആ പ്രദക്ഷിണവും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പോയ വഴിയിൽ കൂടെ പിതാവ് നടന്ന വഴിയാണെന്ന് പറഞ്ഞിട്ട് ഈ കള്ളു കുടിച്ചിട്ട് മൂക്കറ്റം മദ്യപിച്ചിട്ട് ഈ മനുഷ്യൻ ആ വഴിയിലൂടെ നടന്നുപോയി. ഈ മനുഷ്യൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷയരോഗം സൗഖ്യപ്പെട്ടു. അന്ന് ഇതൊന്നും നിസാര കാര്യങ്ങളല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ എനിക്ക് ഈ തിരുവനന്തപുരത്ത് ധ്യാനകേന്ദ്രത്തിൽ ഒരു സോറിയാസിസ് ബാധിച്ച ഒരു പെൺകുട്ടി, അവൾ വരുമായിരുന്നു. സോറിയാസിസാണ്. അപ്പോൾ അവൾ എന്നും വന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണാം. ഒരിക്കൽ ഞങ്ങളുടെ പിതാവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഈ കുട്ടി സോറിയാസിസ് ബാധിച്ച കുട്ടിയാണ്, ഇവൾക്ക് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യം കിട്ടുന്നില്ല, പിതാവ് ഒരു ആശീർവാദം കൊടുക്കാവോ? അപ്പോൾ അവളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പിതാവിനെ കണ്ട ഉടനെ പൊട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് അവൾ മുട്ടുകുത്തി ഒരു പേപ്പർ എടുത്തിട്ട്, പിതാവ് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി, അവളുടെ പേരെഴുതിയിട്ട്, മോളെ, ഇന്നുകൊണ്ട് നിൻ്റെ കണ്ണുനീര് അവസാനിക്കുന്നു. അങ്ങനെ എഴുതി കൊടുത്തു. ഇന്നുകൊണ്ട് നിൻ്റെ കണ്ണുനീര് അവസാനിക്കും. അത് തലയൊക്കെ വെച്ച് കുരിശും വരച്ചും വിട്ടു. തൊട്ടടുത്ത മാസം ഈ പെൺകുട്ടി അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി, സോറിയാസിസ് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയുക, ഇത് ഈ മെത്രാൻ്റെ ആശീർവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് നിസാരമല്ല. അതുകൊണ്ട് നമുക്ക് ഈ രൂപതയെ ഓർത്ത്, അഭിനയ പിതാവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു.
നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു സന്തോഷം. പിന്നെ ഞാൻ നിങ്ങളോട് ഡോക്ടർ ജോണിൻ്റെ ധ്യാനം കൂടണമെന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ ജോൺ ഇവിടെ നമ്മുടെ കൂടെ ധ്യാനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ജോണിന് വേണ്ടിയും ശക്തമായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കഴിഞ്ഞു, ആമുഖം കഴിഞ്ഞു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പറയൂ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എത്രാമത്തെ വാക്യം വരെയാണ്? 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വരെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ തിരുവചനം വായിക്കാം. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. ശ്രദ്ധിച്ചേ. അതായത് പിശാച് പരീക്ഷിക്കുമ്പോൾ, പിശാച് ചില വേദനകൾ നമുക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ പിശാച് ചില സഹനത്തിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അത് ദൈവം അനുവാദം കൊടുത്തിട്ടാണ്. ദൈവം അനുവാദം കൊടുക്കാതെ പിശാചിന് നമ്മളെ തൊടാൻ പറ്റില്ല. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പീലാത്തോസിനോട് ഇപ്രകാരം പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് അനുവാദം ലഭിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കെന്നെ ഇങ്ങനെ നിൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റുമായിരുന്നില്ല. ഉന്നതത്തിൽ നിന്ന്. അപ്പോൾ ദൈവം, പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു അനുവാദം കൊടുക്കാതെ പിശാചിന് ജീവിതങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ പിശാച് ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ടാൽ അതിന് ദൈവം അനുവാദം കൊടുത്തിട്ടാവണം. അതുകൊണ്ട് ദൈവം അറിയാതെ സംഭവിച്ചതല്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് പിശാചനെ ഉപദ്രവിച്ചു. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ സംഭവിക്കില്ല. ദൈവം ആരാണ്? ദൈവം സർവാധിപൻ, ദൈവം സർവജ്ഞാനി, സർവജ്ഞാനി. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് സാത്താന് മനുഷ്യമക്കളുടെ മേൽ ഒരധികാരമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ചില വാതിലുകളിലൂടെ പിശാച് നമ്മളിലേക്ക് കടന്നു വന്ന് ഉപദ്രവം ചെയ്യാൻ ചിലപ്പോൾ ദൈവം അനുവദിച്ചു എന്ന് വരും. അത് വേറെ കാരണമാണ്. ഞാൻ ചിലതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ചിലപ്പോൾ ദൈവം അനുവാദം. ഇപ്പോൾ ഉദാഹരണത്തിന് ലൂക്കാസ് സുവിശേഷത്തിൽ ഒരു വചനം വായിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോ മിശിഹ ഒരു മുന്നറിയിപ്പ് പത്രോസിന് നൽകുന്നുണ്ട്. ലൂക്ക 22:31. ലൂക്ക 22:31 ഒന്നെടുത്ത് തുറക്കെ വായിച്ചേ. ലൂക്ക 22:31 വായിക്കാവോ? ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഒന്ന് നിർത്തിക്കേ, ഒന്ന് നോക്കിക്കേ. ഈശോ പറയുകയാണ്, ശിമയോൻ, ശിമയോൻ, പത്രോസേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അടുത്ത വാക്യം, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു സാത്താന് ശിമയോനെ പരീക്ഷിക്കാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞു. ശിമയോൻ അതിൽ വീണുപോകാതിരിക്കാൻ, ശിമയോൻ അതിൽ നിന്ന് പുറത്തു വരാൻ, ശിമയോൻ വിശ്വാസത്തിൽ ആഴപ്പെട്ട് മടങ്ങി വന്ന് സഹോദരന്മാരെ ഉറപ്പിക്കാൻ യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഏത് കൊടിയ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിരിക്കണം, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയേ. ഞാൻ ബോർഡുണ്ടെങ്കിൽ വരച്ച് കാണിക്കാമായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ. അതായത് ദൈവം, നിങ്ങൾ എന്നെ നോക്കിക്കോണേ. എന്നെ നോക്കിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം. അതായത് ഒരു വലിയ ഒരു വലിയ വര. ഇതെങ്ങോട്ട് നോക്കിയേ. ഈ വര തുടങ്ങുന്നത് ഇവിടാണ്, തീരുന്നത് ഇവിടാണ്. ഇതൊരു വരയാണ്. ഇതെന്താണ്? ഇതൊരു വരയാണ്. അപ്പോൾ ഈ വര തുടങ്ങുന്നത് ഇവിടാണ്, തീരുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഈ ജീവിതം ഇവിടെ തുടങ്ങി ഇവിടെ തീർന്നു. ഇതാണ് ഒരു വര. ദൈവം ഈ മനുഷ്യൻ്റെ ജീവിതം ഇതൊരു വരയാണെങ്കിൽ, ഇത് തുടക്കവും ഒടുക്കവുമുള്ളൊരു വരയാണെങ്കിൽ, ദൈവം ഇതിന് മുകളിൽ വരച്ച വേറൊരു വരയാണ് ദൈവം.
ഇതിന് മുകളിൽ വരച്ച വേറൊരു വരയാണ് ദൈവം. ഞാനൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയാണ്. ആ വരയ്ക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഈ വരയ്ക്ക് തുടക്കവും ഒടുക്കവും ഉണ്ട്. ആ വരയ്ക്ക് ആരംഭമോ അവസാനമോ ഇല്ല. ആ വരയിൽ നിൽക്കുന്ന ദൈവത്തിന് ഈ വരയുടെ ആരംഭവും കാണാം, അവസാനവും കാണാം. കാണത്തില്ലേ? കാണാം. അതിന് ആരംഭം അവസാനവും ഇല്ല, ഇതിന് ആരംഭം അവസാനമുണ്ട്. ആ വരയ്ക്ക് ഈ വരയുടെ ആരംഭവും അവസാനവും കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളൊരു പ്രയാസത്തിലേക്ക് കയറുമ്പോൾ അത് എന്ന് നിങ്ങൾ ആ പ്രയാസത്തിലേക്ക് കയറുമെന്നും എന്ന് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുമെന്നും ഈ വലിയ വരയ്ക്ക് അറിയാം എന്നതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ വിശ്വാസം എന്താണ്? ഈ വരയ്ക്ക് ഇതറിയാം, ഇതെന്ന് തുടങ്ങും എന്ന് തീരും. പറയുകയാണ് ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിട്ടുണ്ട്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. ഹല്ലേലൂയാ. മക്കളെ, ഇത് കേട്ടെ. അതുകൊണ്ട് ദൈവം ഒരു പരീക്ഷ അനുവദിച്ചാൽ, ദൈവം സാത്താൻ ഒരു പരീക്ഷണത്തിന് അനുവാദം കൊടുത്താൽ അതിൻ്റെ അവസാനം ദൈവം കണ്ടിട്ടുണ്ട്. വിജയശ്രീലാളിതരായി നാം അതിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് കണ്ടിട്ടാണ് ഈ കണ്ണീരിൻ്റെ തടാകത്തിലേക്ക് ദൈവം നമ്മളെ തള്ളി വിട്ടത്. അതിൽ നിന്ന് നമ്മൾ വിജയിച്ച്. എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു ചിത്രമുണ്ട്. ചിത്രം എന്തെന്നറിയാമോ? ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് കാണും. ചിത്രം ആശയമായിട്ടല്ല, ചിത്രമാണിത്. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള നല്ല ഒരു ചിത്രം ഞാൻ പറഞ്ഞുതരാം. ആ ചിത്രം ഇതാണ്. കർത്താവ് ഈശോ മിശിഹ ഇങ്ങനെ കടലിന് മീതെ നടക്കുകയാണ്. യേശു കടലിന് മീതെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഭൂതം, ഭൂതം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഭൂതമല്ല, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനാണ്. ഇതിനൊക്കെ ഒത്തിരി വേറെ അർത്ഥമുണ്ട്. ഞാൻ ദൈവമാണെന്നാണ് എൻ്റെ അർത്ഥം. ഭൂതമല്ല, ദൈവമാണ്. എന്താ പറഞ്ഞേ? ഭൂതമല്ല, ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും, എന്ത് ക്രൈസിസ് വരുമ്പോഴും നമ്മൾ ആദ്യം പിശാചെന്ന് ചിന്തിക്കാതെ ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം. ഇതിൻ്റെ എല്ലാം പുറകിൽ എൻ്റെ അപ്പനുണ്ട്, ഇതിനെല്ലാം പുറകിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഭൂതമെന്ന് പറഞ്ഞപ്പോൾ ദൈവം, യേശു എന്ത് പറഞ്ഞു? ഭൂതമല്ല, ദൈവമാണ്. നമ്മളിങ്ങനല്ലേ, ഒരു പ്രയാസം വരുമ്പോൾ അയ്യോ പിശാച്, അയ്യോ പിശാച് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ് പിശാചാണ്, പക്ഷേ ആ പിശാചിന് ഇതിപ്പോൾ ചെയ്യാൻ ഞാൻ അനുവാദം കൊടുത്തതാണ്. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് നീ പുറത്ത് വരുന്നത് എനിക്ക് കാണാം. ഇത് കണ്ടിട്ടാണ് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇത് ഞാനാണെന്ന് പറഞ്ഞു. കേട്ടെ, ഞാനാണെന്ന് പറഞ്ഞപ്പോഴേ പത്രോസ് പറഞ്ഞു ഞാനൂടെ എന്ന് പറഞ്ഞു. ഞാനൂടെ, എന്നെയും കൂടെ, എന്താ ഞാനൂടെ ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു ഞാൻ ലീഡറല്ലേ, ഞാനല്ലേ ഇവരുടെ ലീഡർ, അപ്പോൾ ഇവർ നടക്കണ്ട, ഞാനൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനും കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? അവിടെ ഇരിക്കണ, സമയമാകുമ്പോൾ പറയാം, നീ ആയിട്ടില്ല, നീ മൂക്കട്ട് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. കർത്താവ് എന്ത് പറഞ്ഞു? വരാൻ പറഞ്ഞു, വായോ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഈ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി 1-2 സ്റ്റെപ്പൊക്കെ നന്നായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഭയാനകത പത്രോസിന് മനസ്സിലായത്. ആദ്യം ഒരു ആവേശത്തിനങ്ങ് ചാടി, ഒരു 3-4 സ്റ്റെപ്പ് നടക്കുകയും ചെയ്തു. കേൾക്കുന്നുണ്ടോ? ഒരു 3-4 സ്റ്റെപ്പ് നടക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇത് കടലാണ്, ഈ അടിക്കുന്നത് തിരമാലയാണ്, ഈ വെള്ളത്തിൽ ചവിട്ടിയ സാധാരണ താഴ്ന്നു പോവുകയാണ് പതിവ്. ഇതെല്ലാം പിന്നീടാണ് പത്രോസ് ചിന്തിക്കുന്നത്. പിന്നീട് അപ്പോഴേക്കും പത്രോസ് താണു പോകാൻ തുടങ്ങി. ഉടനെ പത്രോസ് ഉറക്കെ വിളിച്ച് പറഞ്ഞു, കർത്താവേ, എന്താ പറഞ്ഞേ? കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ. ഉടനെ യേശു എന്ത് ചെയ്തു? അതാണ് എൻ്റെ ചിത്രം, എൻ്റെ മനസ്സിലെ ചിത്രം. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കർത്താവ് എന്ത് ചെയ്തു? കൈ നീട്ടി പിടിച്ചു. ചിത്രം നിങ്ങൾ കണ്ടോണം. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട, ചിത്രം കണ്ടോണം. എന്താണ്? യേശു ഇങ്ങനെ അലറി ആർക്കുന്ന ഒരു സാഗര ഗർജനത്തിൻ്റെ നടുവിൽ ഈ കാറ്റിൻ്റെ കനത്ത കൈകളും തിരമാലയുടെ കനത്ത കൈകളും ഇങ്ങനെ അടിച്ച് ഉപദ്രവിക്കുന്ന ആ കടലിരമ്പത്തിൻ്റെ നടുവിൽ, രാത്രിയും കൂടാണെന്ന് നിങ്ങൾ ഓർക്കണം, ഈ ഇരുട്ടും കാറ്റും
തിരമാലയും ഈ ആഴവും ഈ ആഴിയും ഈ ഭയപ്പെടുത്തുന്ന സമയത്ത് യേശു കൈനീട്ടി കൊടുത്തു. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ വിശ്വാസിയുടെയും വീട്ടിലേക്ക് ഓരോ അന്ധകാരത്തിൻ്റെയും സഹനത്തിൻ്റെയും രാത്രികളിൽ ഈ കൈ ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഈ കൈ. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഈ കൈ ഇങ്ങനെ നീട്ടി തന്നിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൈ ഇങ്ങനെ നീട്ടി തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ കൈ തന്നു. പത്രോസ് എന്ത് ചെയ്തു? ഉടനെ അതിൽ കയറി പിടിച്ചു. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത വേറൊരു ചിത്രമുണ്ട്, അതെൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ കണ്ടോണം. ഇപ്പോൾ ഇനി പത്രോസും യേശുവും കൂടെ കയ്യിൽ കൈ കോർത്ത് ഈ കടലിൻ്റെ മീതെ രാജാവിനെ പോലെ ഒരു നടപ്പുണ്ട്. ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലായോ? അതായത് ഈ കൈ പിടിച്ചിട്ട് പത്രോസും യേശുവും ഈ കൈ കോർത്ത് പിടിച്ചിട്ട് കടലിന് മീതെ ഒരു രാജാവിനെ പോലെ നടന്നു പോകുന്ന ഒരു ചിത്രം. ഓരോ സഹനത്തിൻ്റെയും ഒടുവിൽ യേശു നമ്മുടെ കൈ പിടിച്ച് ഒരു ജേതാവിനെ പോലെ ഈ ഭൂമിയിലൂടെ നമ്മളെ നടത്തും യേശു. അതുകൊണ്ട് പരീക്ഷകൾ കാണുമ്പോൾ മടുക്കരുത്, തളരരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പരീക്ഷ കാണുമ്പോൾ ഉടനെ ഒരു വേവലാതി വരരുത്. ഈ അഗ്നിയുടെ ഈ അഗ്നിച്ചൂടിന് നടുവിലൂടെ, ഈ അഗ്നിജ്വാലകൾക്ക് മുകളിലൂടെ വചനം പറയുന്നു അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, ഈ സാഗരം നിന്നെ മുക്കിക്കളയില്ല. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റേതാണ്. ഭാരപ്പെടരുത് കേട്ടോ, വിഷമിക്കരുത്. വലിയ കൊടിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടാവും. വിഷമിക്കരുത്, കർത്താവ് ഉണ്ട്. ഈ കൈ നീട്ടിയിട്ടുണ്ട്, കയറി പിടിക്കണം. എന്നിട്ട് അവൻ്റെ കൂടെ ഒരു രാജാവിനെ പോലെ, ഒരു ജേതാവിനെ പോലെ നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിശാച് ബാധിതനിലെ 6000 ദുഷ്ടാരൂപികൾ യേശുവിനോട് അനുവാദം ചോദിച്ചു. യേശു പറഞ്ഞു ഓക്കെ. എന്താണ് അവർ ചോദിച്ചത്? ഞങ്ങളെ ഈ പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിക്കാമോ? അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ഇവർക്ക് ഈ അരൂപികളായ പൈശാചിക ശക്തികൾക്ക് ഒരു ശരീരം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു ശരീരം തിരഞ്ഞ് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ നടക്കുമെന്ന വചനമൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചു. അപ്പം അങ്ങനെ അവർക്കൊരു ശരീരം വേണം. അതുകൊണ്ട് ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ നേരെ കാണുന്നത് പന്നികളെയാണ്. ആ പന്നികളിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. യേശു ആ പന്നികളിൽ പ്രവേശിക്കാൻ ഈ പൈശാചിക രൂപികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചത്? നമുക്ക് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ കാണുകയാണ്. 14-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ അനുവാദം നൽകി. വായിക്കാം. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഉറക്കെ വായിക്കാം. മർക്കോസ് 5:12-13. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികൾ ഉണ്ടായിരുന്നു. പിശാചുക്കൾ എത്ര ഉണ്ട്? 6000. പന്നികൾ എത്ര ഉണ്ട്? 2000. അപ്പോൾ അവ പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികൾ ഉണ്ടായിരുന്നു. അവ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികൾ മുങ്ങിച്ചത്തു. അടുത്ത വാക്യം. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. നമുക്ക് ഈ സംശയമായി. കർത്താവേ, പന്നികളാണെങ്കിലും അതുങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പിശാചെല്ലാം കൂടെ പന്നിക്കകത്ത് കയറിയിട്ട് പന്നി എന്ത് ചെയ്തു? മുങ്ങിച്ചത്തു. ഇനി ഞാൻ നിങ്ങളെ ഈ സംഭവത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. യേശു എവിടെ നിന്നാണ് വന്നത്? കഫർനാമിൽ നിന്ന്. യേശു എവിടേക്കാണ് വന്നത്? ഗെരസേനരുടെ നാട്ടിലേക്ക്. അത് വിജാതീയരുടെ സ്ഥലമാണ്. പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ആ വിജാതീയരുടെ സ്ഥലത്ത് യേശുവിന് മുൻപരിചയങ്ങളില്ല. യേശുവിനെ ആർക്കും അറിയാൻ പാടില്ല. യേശു അവിടെ ആദ്യമായിട്ട് വരികയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണും, രണ്ടാമത് യേശു ചെല്ലുന്നതിനെ കാണും. ഇപ്പോൾ യേശു ആദ്യമായിട്ടാണ് വരുന്നത്. യേശു ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കണം.
യേശു ആരാണെന്ന് അവർക്കറിഞ്ഞൂടാ. ഇത് വിജാതീയരുടെ സ്ഥലമാണ്. ഇനി യേശു ആ നാട്ടിലെ ജനങ്ങളെ കണ്ടോ? ഇപ്പം കണ്ടോ? കണ്ടിട്ടില്ല. ആകെ ഈ കടൽ തീരത്ത് വന്നിറങ്ങിയപ്പോൾ ചുണ്ണാമ്പ് കല്ലുകൾ തീർത്ത മലനിരകളിൽ നിന്ന്, ശവകുടീരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഈ പിശാച് ബാധിതനെ മാത്രമേ, ഒറ്റ മനുഷ്യനെ യേശു ഈ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. അതൊരു പിശാച് ബാധിതനായിരുന്നു. ബാക്കി ജനങ്ങൾക്ക് യേശുവിനെ അവർക്ക് അറിയില്ല. യേശുവിനെ അവരെ അറിയാം, പക്ഷേ അവർക്ക് യേശുവിനെ അറിയില്ല. കേട്ടോണേ നിങ്ങൾ, അവർക്ക് യേശുവിനെ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജനം യേശുവിനെ അറിയാനിടയായത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലായത്. ഇവരെങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്? അല്ലല്ല, പിശാച് ബാധിതൻ്റെ കാര്യമൊന്നും ഇപ്പോൾ അവർക്കറിയില്ല. ഇവർ യേശുവിനെ അറിഞ്ഞത് എങ്ങനെ? ഈ നാട്ടുകാർ, യേശു ആ നാട്ടിൽ പ്രവേശിച്ചിട്ടില്ല, തീരത്ത് നിൽക്കുന്നേ ഉള്ളൂ, മറുകര നിൽക്കുന്നേ ഉള്ളൂ. ഈ നാട്ടുകാർ എങ്ങനെ യേശുവിനെ അറിഞ്ഞു? യേശു എന്ന് പറഞ്ഞ ഒരാൾ ഇതാ വന്നിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? പറയൂ. അതാണ്. എന്താണ്? എങ്ങനെ അറിഞ്ഞു? പന്നി ചത്തപ്പോൾ അറിഞ്ഞു. പന്നി ചത്തത് കൊണ്ട് അറിഞ്ഞു. പന്നി ചത്തില്ലേൽ അറിയത്തില്ലായിരുന്നു. പന്നി ചത്തുകൊണ്ട് മാത്രം അറിഞ്ഞു. യേശു വാടിയിൽ വന്നാൽ ചില ആളുകൾ യേശു വന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുത്ത് വരില്ല, പന്നി ചത്താൽ വരും. അപ്പം നേരെ വിളിച്ചാൽ വരാത്തവരെ പന്നിയെ കടലിൽ താത്തിയിട്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ഒരുപാട് പേര്, ചില ആളുകൾ പട്ടി അഴിച്ചു വിട്ടുകൊണ്ടാണ് നമുക്ക് ഈ ട്രെയിൻ കിട്ടിയത്. ഓർക്കുന്നുണ്ടോ? അതായത് ഈ പന്നി ചത്തോണ്ട് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ദൈവ മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഉപദേശി 3.5 കൊല്ലമായിട്ട് ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുമായിരുന്നു. എന്നിട്ട് പറയും, പള്ളി വരണം, കുർബാനയ്ക്ക് വരണം, പ്രാർത്ഥിക്കണം. ദൈവവേലക്കാരൻ ചെന്നിട്ട് പറയും, കേൾക്കത്തില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ധ്യാനം കൂടാനോ ഞങ്ങൾക്കതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പള്ളി വരാനോ ഞങ്ങളങ്ങനെ ആർക്കും പ്രശ്നം ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വീട്ടിലെ മൂത്ത മകനെ ഒരു മൂർഖൻ പാമ്പ് കടിച്ചു. എന്ത് കടിച്ചു? മൂർഖൻ പാമ്പ് കടിച്ചു. മൂർഖൻ പാമ്പ് കടിച്ചപ്പോൾ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഈ വീട്ടിലെ അപ്പൻ ഈ ദൈവദാസനെ, ഈ ദൈവശുശ്രൂഷകനെ ആളയച്ച് വരുത്തി. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ ചോദിച്ചു. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ? അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടോ. കർത്താവേ, കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഈ പാവപ്പെട്ട ദൈവദാസന് പറ്റാഞ്ഞത് ഒരു പാമ്പിനെ കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് സാധിച്ച അങ്ങേക്ക് മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. ഈ മകനെ വേഗം അങ്ങ് സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? ഈ 3.5 കൊല്ലം സുവിശേഷകൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത് 2 മിനിറ്റ് കൊണ്ട് പാമ്പ് മനസ്സിലാക്കി തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പന്നി ചത്തോണ്ട് നഗരം മുഴുവൻ ഇളകി യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് പറഞ്ഞത്. നഗരം മുഴുവൻ ഇളകി. അപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് കർത്താവ് വിശ്വസിക്കുക ഈ പിശാചിന് 6000 പിശാചുക്കളെ പന്നിയുടെ അകത്തോട്ട് വിട്ടത്? പന്നിയാണേലും അതൊരു മൃഗമല്ലേ? ആ മൃഗത്തിന് എന്തിനാണ് പിന്നെ അത് കിഴക്കാൻ തൂക്കായ മലനിരകളിലൂടെ ഓടിപ്പോയി കടലിൽ മുങ്ങിച്ചാവാൻ ഇടയാക്കിയത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വായിക്കുന്ന സമയത്തുണ്ടാവാൻ ഇടയുണ്ട്. ഞാനതിൻ്റെ ഉത്തരങ്ങൾ പറയുകയാണ്. ഒന്ന്, ഈ 6000 പന്നികളെക്കാൾ യേശുവിന് വലുതാണ് ഒരു പിശാച് ബാധിതൻ. ഈ 2000 പന്നികളെക്കാൾ യേശുവിന് വലുതാണ് ആ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ ഉന്നം വച്ചിരിക്കുന്ന ആത്മാക്കൾ. ഈ പന്നികളെക്കാൾ യേശുവിന് വലുതായതുകൊണ്ട്, യേശു ആത്മാക്കളെ നമുക്കുള്ള സകലത്തെക്കാളും വലുതായി കാണുന്നത് കൊണ്ട് പന്നികൾ ചത്താലും വേണ്ടില്ല, ഈ നഗരം തന്നിലേക്ക് വരുമല്ലോ, തൻ്റെ വാക്ക് കേൾക്കുമല്ലോ എന്ന് യേശു കരുതി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഇവരെന്ത് ചെയ്തു? വായിക്കാം. അങ്ങനെ ഈ പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ, 14-ാമത്തെ വാക്യം വായിക്കാം. 14-ാമത്തെ വാക്യം, പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടുംപുറങ്ങളിലും വിവരമറിയിച്ചു.
സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അപ്പോൾ ജനം വന്നപ്പോൾ ഇനിയാണ് അവർ പിശാച് ബാധിതനെ കാണുന്നത്. അടുത്ത വാക്യം വായിച്ചേ. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ സംഭവിച്ചതെല്ലാം അറിഞ്ഞ് അവർ ഭയപ്പെട്ടു. ഇനി അടുത്ത വാക്യം. അങ്ങനെ ഭയപ്പെട്ടിട്ട് അവരെന്ത് ചെയ്തു? അവർ യേശുവിനെ സ്വീകരിക്കുകയല്ല. ഉടനെ എന്താ സംഭവിക്കുന്നത്? വായിച്ചേ. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അടുത്ത വാക്യം. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. നമ്മൾ ഈ ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ വേദനാജനകമായ ഒരു എപ്പിസോഡിലേക്ക് നാം വരികയാണ്. യേശു ഈ പിശാച് ബാധിതനെ സ്വതന്ത്രനാക്കുകയും അവൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുകയും ചെയ്ത് സുബോധമുള്ളവനായി അവൻ അവിടെ ഇരിക്കുമ്പോൾ ഈ ജനം അത് കണ്ട് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുന്നതിന് പകരം അവർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വലുത് പന്നികളാണ്, നീ ഈ ദേശം വിട്ടു പോകണം. ഞങ്ങൾക്ക് വേണ്ടത് ബറാബാസിനെയാണ്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. ഞങ്ങൾക്ക് വലുത് പന്നികളെയാണ്, നീ ഈ ദേശം വിട്ടു പോകണം. അതായത് യേശു ചെന്ന് കാലുകുത്തിയതേ ഉള്ളൂ. യേശു സുവിശേഷം പ്രസംഗിച്ചോ? പറ, നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചോ? ഇല്ല. യേശു ജനത്തിനിടയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യേശു ആ കടൽ തീരത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ജനം ഇങ്ങോട്ട് വന്നതാണ്. അവർ പറഞ്ഞു, ഇനി ഒരടി നീ മുന്നോട്ട് വെക്കരുത്, നീ ഞങ്ങളുടെ നഗരത്തിലേക്ക് വരരുത്, ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരരുത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ദക്കാ പോളീസ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 10 നഗരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ ഈ 10 നഗരങ്ങളിലേക്ക് നീ വരരുത്, നീ വരരുത്, ഞങ്ങൾക്ക് നിന്നെ വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. യേശു ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാം പറയുകയാണ്, യേശുവേ, ഞങ്ങൾക്ക് വലുത് പന്നികളാണ്, ഞങ്ങൾക്ക് വലുത് പന്നികളാണ്, ഞങ്ങൾക്ക് നിന്നെ വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ പറയാൻ ഇടയാവരുത്. പറയണം, ഞങ്ങൾക്ക് വലുത് പന്നികളല്ല, ഞങ്ങൾക്ക് വലുത് കർത്താവേ നീയാണ്, ഞങ്ങൾക്ക് വലുത് നിത്യതയാണ്, ഞങ്ങൾക്ക് വലുത് സ്വർഗമാണ്, ഞങ്ങൾക്ക് വലുത് ആത്മാവിൻ്റെ നിത്യരക്ഷയാണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പന്നികളല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങൾ കണ്ട് യേശുവിനെ തള്ളിപ്പറയരുത്. യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഓർത്ത് യേശുവിനെ വേണ്ടാന്ന് വെക്കരുത്. യേശുവിനെ മതി, എനിക്ക് യേശുവിനെ മതി. പീലാത്തോസ് ഈ ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ ഈ ദുഃഖിതനും മുറിവേറ്റവനും പീഡിപ്പിക്കപ്പെട്ടവനുമായ യേശുവിനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് ഈ ജനത്തിൻ്റെ മുമ്പിൽ തിരുനാളിൽ നിർത്തിയിട്ട് പീലാത്തോസ് ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യം, ചരിത്രത്തിൽ നമ്മുടെ നേരെ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? ആ ജനക്കൂട്ടം മുഴുവൻ ഒന്നടങ്കം ഒരു മുറവിളിയോടെ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പന്നികളാണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സമ്പത്താണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പേരാണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളാണ്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് പറയാനാണെങ്കിൽ അനേകം എന്നെ വേദനിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ എൻ്റെ തലയിൽ കിടപ്പുണ്ട്. അത് പിന്നെ ആരെയും വിഷമിപ്പിക്കരുതല്ലോ എന്ന് ഓർത്ത് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആരാ വലുത്? യേശുവാണോ വലുത്? നിങ്ങൾക്ക് യേശുവാണോ വലുത്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. യേശുവാണ്. എനിക്ക് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നൊരു മകൻ എനിക്കൊരു ഇമെയിൽ അയച്ചു. അച്ഛാ, എൻ്റെ കമ്പനി എന്നോട് ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യാൻ നിൻ്റെ റെസ്യൂമും നിൻ്റെ ബയോഡാറ്റ അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബയോഡാറ്റ അയച്ചപ്പോൾ, ആരാണ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രചോദനം എന്ന അവസാനം ഒരു ചോദ്യമുണ്ട് അതിനകത്ത് ഇവൻ ഈ കമ്പനി തന്ന ആ ബയോഡാറ്റ പൂരിപ്പിക്കാനുള്ള ഫോമിലെ അവസാനത്തെ ചോദ്യം, ആരാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ? അവൻ അതിനകത്ത് ഇങ്ങനെ മറുപടി എഴുതി, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. അവൻ അങ്ങനെ എഴുതി കേട്ടോണേ. അവൻ അങ്ങനെ എഴുതിയിട്ട് അവൻ അതിൻ്റെ അടിയിൽ ഒരു 4-5 സെൻറ്റൻസുകൾ എഴുതി, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന ഒരാളാണ്, എനിക്ക് ജീവിതത്തിലെല്ലാം തന്നത് യേശുവാണ്, ഈ ഭൂമിയിലെ മറ്റേത് മനുഷ്യനേക്കാളും മറ്റാരെക്കാളും
ഞാൻ യേശുവിനെ വിലമതിക്കുന്നു. യേശുവാണ് ലോകത്തിൻ്റെ ഏകരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഇങ്ങനെ അവൻ എഴുതി. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിട്ട് അവൻ ഇതെനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിത് സെൻഡ് ചെയ്യാൻ പോവാണ്. ഇത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ജോലി പോകും. ഇത് ഞാൻ അയച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ജോലി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അയക്കണോ വേണ്ടയോ? എനിക്ക് കള്ളം എഴുതാൻ പറ്റില്ല. ആരാണ് നിൻ്റെ ഇൻസ്പിറേഷൻ? എനിക്ക് യേശുവിനെ എഴുതാൻ പറ്റൂ. പക്ഷേ ഇത് എഴുതി അയച്ചാൽ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? എൻ്റെ ജോലി പോവും. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ കയറി എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. നിൻ്റെ മനസ്സിൽ കയറി രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ നിനക്ക് യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിന്ന് ഈ ജോലി തുടരാം, അല്ലെങ്കിൽ ഇത് അയച്ചിട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച്, പോയാൽ പോട്ടെ എന്ന് വിചാരിച്ച് തീരുമാനം എടുക്കാം. ഞാനാണെങ്കിൽ ഞാനിത് അയക്കും. നീ എന്ത് ചെയ്യണം നിൻ്റെ തീരുമാനമാണ്. ഞാനാണെങ്കിൽ ഇങ്ങനൊരു സന്ദർഭം വന്നാൽ ഇങ്ങനെ എഴുതിയാൽ ഞാനാണെങ്കിൽ ഇത് അയക്കും. ഇതാണ് എൻ്റെ തീരുമാനം. നിൻ്റെ തീരുമാനം നിനക്കെടുക്കാം. അവനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, അച്ഛാ ഞാനത് അയച്ചു. ജോലി പോയെങ്കിൽ പോകട്ടെ, ജോലി പോയെങ്കിൽ പോകട്ടെ. നിങ്ങളെന്നാലോചിച്ചു, അവൻ്റെ ജോലി പോയില്ല, ദൈവം അവനെ വീണ്ടും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയി, അത് പോട്ടെ, അതല്ല എൻ്റെ വിഷയം. ഇങ്ങനൊരു കാര്യം വരുമ്പോൾ, ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ജോലി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ, എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത്, തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സക്കേവൂസിൻ്റെ ഉപമ പ്രസംഗിക്കുന്നത് അദ്ദേഹം യൂട്യൂബിൽ കേട്ടിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ സമ്പത്തിൽ ഒരു നല്ല ശതമാനവും ഞാൻ വഞ്ചിച്ചുണ്ടാക്കിയതാണ്. ഡാനിയേൽ അച്ഛൻ എൻ്റെ കൂട്ടുകാരനാണ്. പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ സുവിശേഷം കേട്ടപ്പോൾ ഇതെന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ്? എൻ്റെ സമ്പത്ത് അതിൻ്റെ നല്ല ശതമാനവും ഞാൻ വഞ്ചിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടി ഉണ്ടായതാണ്. എനിക്കൊരു ഡീല് നടക്കുമ്പോൾ, ഒരു വിദേശ രാജ്യത്താണ്, ഒരു ഡീല് നടക്കുമ്പോൾ എനിക്ക് ഇത്ര രൂപ കമ്മീഷൻ കിട്ടും. അത് ഞാനല്ല വേറൊരാളാണെങ്കിലും കമ്മീഷൻ കിട്ടും. അങ്ങനെ ഉണ്ടായതാണ്. പക്ഷേ ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അങ്ങനെ കമ്മീഷൻ വാങ്ങിച്ച് കമ്പനിയെ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്തു. എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഈ സുവിശേഷം കേട്ട പിന്നെ എനിക്ക് സമാധാനമില്ല, ഞാൻ ഇനി ഞാൻ ഒന്നും വാങ്ങില്ല അച്ഛാ, ഞാൻ ഒന്നും വാങ്ങില്ലെന്ന് മാത്രമല്ല, സക്കേവൂസ് തനിക്കുണ്ടായിരുന്ന സമ്പത്തിൻ്റെ അതെല്ലാം കൊണ്ട് തിരിച്ചു കൊടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് അച്ഛാ ഞാൻ എൻ്റെ സമ്പത്ത് ഞാൻ പാവപ്പെട്ടവർക്ക് ഞാൻ അന്യായമായി ഉണ്ടാക്കിയത് കൊടുത്തു തീർക്കാൻ പോവാണ്. ഈ മനുഷ്യനോട് പറയുകയാണ്. ഒരു 7-8 കൊല്ലം മുമ്പാണ് കേട്ടോ. അഡ്രസ്സ് വരെയൊക്കെ വരല്ലേ, ഇനി പാവപ്പെട്ടവർക്ക് ഇവിടെ കാശ് കൊടുക്കുകയും ചോദിച്ചിട്ട് 7 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാൻ പോവാണ്. അങ്ങനെ ഈ മനുഷ്യൻ, എനിക്ക് അതിൻ്റെ A to Z അറിയാം, എല്ലാം അറിയാം. എങ്ങനെയാണ് അദ്ദേഹം ആ പണം ചെലവഴിച്ചതെന്നും ആർക്കൊക്കെയാണ് കൊടുത്തതെന്നും എല്ലാ ഡീറ്റെയിൽസ് എല്ലാം എനിക്കറിയാം. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം അങ്ങനെ ആ പണം മുഴുവൻ അദ്ദേഹം വഞ്ചിച്ചെടുത്ത, അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം ഇങ്ങനെ കമ്മീഷൻ കിട്ടിയ പൈസ കൊണ്ട് അദ്ദേഹം ഒരു സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലവും വിറ്റിട്ട്, ആ സ്ഥലം വിറ്റ പൈസയും അദ്ദേഹം കൊടുത്തു പാവപ്പെട്ടവർക്ക്. കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ആ പണം മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? ചെലവഴിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്ത് തീർത്തു. എന്നിട്ട് അദ്ദേഹം സ്വതന്ത്ര മനസമാധാനത്തോടെ ഒരു ദിവസം നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ ജോലിക്ക് തിരിച്ചു പോവാണ്, ഇനി കമ്മീഷനുമായിട്ട് വരുമ്പോൾ ഞാനത് വാങ്ങില്ല. അങ്ങനെ അടുത്ത പ്രാവശ്യം അദ്ദേഹം ജോലിക്ക് ചെന്നിട്ട്, ഈ ജോലി സ്ഥലത്തേക്ക് ചെന്ന് അടുത്ത ഈ കമ്പനിയുമായിട്ടുള്ള അവരുടെ ആ ബിസിനസ്സിൻ്റെ ഡീല് നടക്കുന്ന സമയത്ത് ഈ മനുഷ്യർ വന്ന് അവർ മുസ്ലിം സഹോദരങ്ങളാണ്, അവർ അങ്ങനെ ഒരു രാജ്യത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവർ വന്നിട്ട് അദ്ദേഹത്തിന് ഈ കമ്മീഷൻ എല്ലാ പ്രാവശ്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് വാങ്ങില്ല എന്ന് പറഞ്ഞു. വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, ഈ മനുഷ്യർ ചോദിച്ചു, അതെന്താ വാങ്ങാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ സുവിശേഷം വായിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന്, അത് യേശുവിന് നിരക്കാത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, ഈ 2 മുസ്ലിം സഹോദരങ്ങളും അത്ഭുതത്തോടെ ഈ മനുഷ്യനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കുള്ള ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ക്രിസ്ത്യാനിയെ കാണുന്നത്. ക്രിസ്ത്യാനിയെ
എന്ന് പറഞ്ഞിട്ട് അത്ഭുതത്തോടെ അവർ മടങ്ങിപ്പോയി എന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ആളെ അറിയാം. അതായത് ആ മനുഷ്യൻ എന്തെന്നറിയാം, ഇത് നമുക്ക് പറയാൻ എളുപ്പമാണ്. നമുക്കെന്താ വലുത്? പന്നികളാണോ വലുത്, യേശുവാണോ വലുത്? പന്നികളാണോ വലുത്, യേശുവാണോ വലുത്? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾക്ക് പന്നികളല്ല വലുത്, യേശുവാണ് വലുത്, യേശുവാണ് വലുത്. ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളൊരു മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെ ഒരാൾ യേശുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, രണ്ടാമത്തെ ദിവസം പറഞ്ഞ് നിങ്ങൾ ഓർമ്മ വേണം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. അതിനകത്ത് ദൈവം വളരെ വിശ്വസ്തനാണ്. അതിനകത്ത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ലത്. അത് ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് ആ കണക്ക് കൃത്യമായിട്ട് പാലിക്കാൻ അറിയാം. ഈശോയ്ക്ക് വേണ്ടിയാണ് ഒരു ചെറിയ കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തിയതെങ്കിൽ യേശു നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ളത് തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇരുന്ന് ചേച്ചിമാരുടെ കാലൊക്കെ മരവിച്ചിട്ടുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, പെട്ടെന്ന് എഴുന്നേറ്റ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അതുകൊണ്ട് ഈ ദെക്കോപോളീസിലെത്തിയപ്പോൾ ഈ ജനങ്ങൾ യേശുവിനോട് പറയുകയാണ്, നീ ഇവിടെ നിൽക്കണ്ട, നീ നഗരം വിട്ടു പോകണം. ഈ കൺവെൻഷൻ്റെ 5ാമത്തെ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ 5 ദിവസം വചനം കേട്ടപ്പോൾ യേശു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു, ചിലത് തെറ്റാണെന്ന് ഓർമ്മിപ്പിച്ചോ? ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഓർമ്മിപ്പിച്ചു. ജോൺസ് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനി നമ്മുടെ മനസ്സിൽ പിശാചൊരു ന്യായം പറയും. എന്താണ്? അതൊക്കെ അങ്ങനെയാണ്, മനുഷ്യരല്ലേ, അങ്ങനെ പറ്റുമോ, ജീവിക്കണ്ടേ? ഈ ന്യായം പറയുമ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വേണം? എന്നെ വേണോ, ബറാബാസിനെ വേണോ? ഇവിടെയാണ് ഈ കൺവെൻഷൻ കേട്ടതിൻ്റെ വില കൊടുപ്പ് വരാൻ പോണത്. ഇത്രയും നേരം നിങ്ങൾ സന്തോഷമായിട്ട് ഇതെല്ലാം കേട്ടു. ഇനി ഇതിനകത്ത് സീരിയസ് ആയിട്ടൊരു വില കൊടുപ്പ് വരാൻ പോകുന്നത്, യേശു ചോദിക്കുകയാണ്, എന്നെ വേണോ, പന്നിയെ വേണോ? എന്നെ വേണോ, പന്നിയെ വേണോ? നിനക്ക് മദ്യപാനം എന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? നിനക്ക് മയക്കുമരുന്നെന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? നിനക്ക് കൈക്കൂലി എന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? നിനക്ക് ആഡംബരം എന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? നിനക്ക് ജഡികാസക്തി എന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? യേശു ചോദിക്കുകയാണ്, നിനക്ക് കലഹമെന്ന് പറയുന്ന പന്നിയെ വേണോ, എന്നെ വേണോ? എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് കർത്താവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ 1ാമത്തെ ദിവസം പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, എന്താണ്? അനേകം പൈശാചിക ബന്ധനങ്ങൾ ദൈവം ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളിൽ നിന്ന് സമ്പൂർണ്ണമായി എടുത്തു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ല? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം. ഞാൻ എന്താ പ്രയാസം എന്ന് പറയുന്നില്ല, ഇവിടെ തന്നെ ഉള്ള ആളായതുകൊണ്ട് എന്താ പ്രയാസം എന്ന് പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു പ്രയാസം, എൻ്റെ തല പൊട്ടിപ്പോവാണ്, എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. അങ്ങനെ വെപ്രാളപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവിടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കൺവെൻഷൻ കൂടുന്നുണ്ടോ? ഉണ്ട്, ദേ ഇന്നുകൊണ്ട് തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓടി അകത്തോട്ട് കയറി പോരുകയും ചെയ്തു. ഞാൻ ഇന്നലെ ആളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛാ കംപ്ലീറ്റ് ആയിട്ട് യേശു എടുത്തു മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ട് പ്രിയ മക്കളെ, ഒന്ന് നന്നായിട്ട് ഇപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ഇത്രയും നേരമൊക്കെ കേട്ടത് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതൊരു വലിയ കാര്യമാണ്. അതായത് ദൈവം ഇങ്ങനെ ഈശോ മുമ്പേ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിൻ്റെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാക്കി മാറ്റാൻ നിന്നെ സമർപ്പിക്കാവോ? കർത്താവേ, ഞാൻ തയ്യാറാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല മദ്യപാനം എടുത്ത് മാറ്റാൻ, നീ തയ്യാറാണോ? എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കഴിഞ്ഞ യൂത്ത് ധ്യാനത്തിന് ആലപ്പുഴയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ 3 ചെറുപ്പക്കാരെയും കൊണ്ടുവന്നു. അപ്പോൾ അവൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ അവൻ ആദർശച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ പറഞ്ഞു വിടല്ലേ അച്ഛാ, ഇവന്മാരെല്ലാം കഞ്ചാവും മയക്കുമരുന്നും ഡ്രഗ് ഉപയോഗിക്കുന്നവരാ അച്ഛാ. ആശുപത്രി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവന്മാർ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛാ ഞാനതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. ഇതിനകത്ത് 2 പേരേ ഉള്ളൂ ക്രിസ്ത്യാനികൾ, ഒരാൾ ഹിന്ദുവാണ്, മാമോയി സമൂഹ ആൾ പോലും അല്ല. പറഞ്ഞു വിടല്ലേ അച്ഛാ. അച്ഛൻ പറഞ്ഞൊന്നും വിടത്തില്ല, നിങ്ങൾ ധ്യാനത്തിന് കയറിക്കോളാൻ പറഞ്ഞു. ആ ധ്യാനത്തിന് കയറിയിട്ട് കർത്താവ് ഈശോ മിശിഹാ ഈ 3 മക്കളെയും, മയക്കുമരുന്നിന് അടിമകളായ 3 മക്കളെയും സ്പർശിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ജീസസ് എൻകൗണ്ടറിന് സൂം മീറ്റിങ്ങിൽ വന്നിട്ട് അവർ 4 പേരും കൂടെ വന്നിട്ട് പറയുകയാണ്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ഞങ്ങളുടെ യേശു ഞങ്ങളെ രക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് ഈ പന്നിയെ വേണ്ടാന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ യേശു രക്ഷിച്ചു. ഞങ്ങൾക്ക് യേശുവിനെ മതി എന്നവർ തീരുമാനിച്ചു. അപ്പോൾ യേശു രക്ഷിച്ചു.
പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പ്രിയ മക്കളെ, ഒന്ന് ഹൃദയം തുറന്നേ, കണ്ണടച്ച്, കരങ്ങൾ ഉയർത്തിക്ക്, എല്ലാം മറന്ന് ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. മഹത്വം മഹത്വം മഹത്വം. ഓ ദൈവമേ, ആരാധന 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 ആരാധന. ഓ ദൈവമേ, ആരാധന 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 ആരാധന. ഓ ദൈവമേ, മഹത്വം, ആരാധന 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 ആരാധന. ദൈവമേ, സ്തുതിക്കുന്നു 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 യേശുവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മഹത്വം. ഇന്ന് പരമപരിശുദ്ധനാണെന്ന് ഏറ്റുപറയുന്ന അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല. പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ, ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. ദൈവമേ, കുടുംബങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. ഈശോ, ഇറങ്ങി വരണമേ. ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തന്റെ കരുണ ഇറങ്ങി വ്യാപരിക്കണമേ. ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങൾക്ക് യേശുവിനെ മതി, ഞങ്ങൾക്ക് യേശുവിനെ മതി, ഞങ്ങൾക്ക് യേശുവിനെ മതി എന്ന് പറയാൻ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ഹൃദയം തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കരങ്ങൾ ഉയർത്തിയടിച്ചേ. പവർ, ശക്തി വ്യാപരിക്കണമേ. യേശുവേ, നിന്റെ കരുണ ഇറങ്ങി ഈ മക്കളെ സ്പർശിക്കണമേ. സകല ബന്ധനങ്ങളും അഴിക്കണമേ. അന്ധകാര പീഡകൾ എടുത്തു മാറ്റണമേ. തിന്മകൾ ബന്ധനങ്ങൾ അഴിക്കണമേ. ദുശീലത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് വിടുവിക്കണമേ. ദേശത്തെ വിടുവിക്കണമേ. ദേശത്തിന്റെ മേൽ കരുണ വ്യാപരിക്കണമേ. തടസ്സങ്ങൾ, കാലതാമസങ്ങൾ എടുത്തു മാറ്റണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. അടിമച്ചങ്ങലകളെ പൊട്ടിച്ചെറിയണമേ. ആധിപത്യങ്ങളെ, അന്ധകാരങ്ങളെ എടുത്തു മാറ്റണമേ. ദുശീലങ്ങളെ എടുത്തു മാറ്റണമേ. ഹൃദയങ്ങൾ തുറക്കണമേ. പ്രിയ മക്കൾക്ക് വേണ്ടി വഴികളങ്ങ് തുറക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ, 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 ഈശോയേ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. കരങ്ങളടിച്ച് ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച്, ശക്തമായിട്ട് കരങ്ങളടിച്ച്. ആമേൻ ആമേൻ. നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ശുശ്രൂഷ ചെയ്താലോ? നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ശുശ്രൂഷ. യേശുവേ. ചാടണം കേട്ടോ. യേശുവേ. ഒന്നുകൂടെ ചാട. യേശുവേ, യേശുവേ. മതി, ഇരുന്നോ. ഇനിയിപ്പോൾ കാല് ശരിയായി തോന്നും. ഇരുന്നോ. പെട്ടെന്നിരുന്നാൽ ഇരിക്കാം, അല്ലെങ്കിൽ അധികം വരും. അമ്മച്ചി അധികം വന്നു. അമ്മച്ചി ഇരുത്ത്, അമ്മച്ചി ഇരുത്ത്.
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചോ, നമുക്ക് വേഗം തീർക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കാം 17-ാമത്തെ വാക്യം. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ രംഗം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടോ? യേശു വഞ്ചിയിൽ കയറി യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് എന്തുണ്ടായി? ഭയങ്കര ഭയാനകമായ സിനിമയാണിത്. എന്താണ് വരുന്ന വഴിക്ക് എന്തുണ്ടായി? വരുന്ന വഴിക്ക് എന്തുണ്ടായി? കൊടുങ്കാറ്റ്, തിരമാലകൾ ആ വഞ്ചിയെ മുക്കിക്കളയാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു ഈ സിനിമയുടെ ആരംഭം. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് യേശു കടൽ തീരത്തിറങ്ങുമ്പോൾ പിശാച് ബാധിതനെതിരെ വന്നു. നമ്മൾ അയാളുടെ ജീവിതം വിശദമായിട്ട് കണ്ടു. അങ്ങനെ പിശാച് ബാധിതനെതിരെ വന്ന് കഴിഞ്ഞപ്പോൾ, യേശു അവനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അവന് സുബോധമുണ്ടായപ്പോൾ, പന്നികൾ നശിച്ചു കഴിഞ്ഞപ്പോൾ, കേൾക്കുന്നുണ്ടോ? പന്നികൾ നശിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? നേരെ ഈ നാട്ടുകാർ മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, മതിയായി, കൺവെൻഷൻ മതിയായി, വേഗം പൊക്കൊള്ളുക. അപ്പോൾ യേശു വളരെ നിരാശയോടെ ഈ വഞ്ചിയിലേക്ക് കയറി കടലിന് മറുകരയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, നിരാശയോടെ പോകാൻ തുടങ്ങുമ്പോൾ, ഈ പിശാച് ബാധിതൻ വണ്ടിയുടെ അടുത്തോട്ട്, വണ്ടിയുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വരട്ടെ എന്ന് പറഞ്ഞു. എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാനിവിടെ കൺവെൻഷൻ നടത്തുമ്പോൾ ഇവിടെ മരിച്ചു കിടന്ന ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിചാരിക്കും. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വാടിക്കാർ പറയുകയാണ്, ഇവിടുന്ന് വേഗം പൊക്കൊള്ളുക. ഉടനെ ഈ ഉയർത്തെഴുന്നേറ്റവൻ പറയുകയാണ്, അച്ഛാ ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ വരട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇവനെ കൊണ്ടുപോകുമോ കൊണ്ടുപോകത്തില്ലയോ? കൊണ്ടുപോകാനുള്ള കാരണം എന്താ? ഇതുപോലൊരുത്തൻ ഇനി ഡാനിയേൽ അച്ഛൻ്റെ നമ്പർ 1 പബ്ലിസിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുപോലൊരുത്തൻ ഇനി ഡാനിയേൽ അച്ഛൻ്റെ കൺവെൻഷന് സംഭവങ്ങൾ നടക്കുമെന്ന് ഡാനിയേൽ അച്ഛൻ പറയേണ്ട കാര്യമില്ല. ഇവനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തിയാൽ മതി. എന്നിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കും. മരിച്ചു കിടക്കായിരുന്നു, ഇവനെ മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്, ഇവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പം യേശുവിന് ക്രെഡിറ്റ് എടുക്കാനാണെങ്കിൽ ഇവനെ കൊണ്ടുപോവാം. യേശു നമ്മുടെ കൂട്ടല്ല. യേശുവിന് ഒരു ക്രെഡിറ്റും വേണ്ട, നീ രക്ഷപ്പെട്ടാൽ മതി. അപ്പം അവൻ ചോദിച്ചു, ഞങ്ങളെ കൂടെ നിൻ്റെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു അവനെ അതിന് അനുവദിച്ചില്ല. ഈ സംഭവത്തിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും അനുവാദം ചോദിച്ചിട്ട് യേശു അനുവാദം കൊടുത്തതായിട്ട് ഈ ബൈബിൾ ഭാഗത്തുണ്ടോ? നമ്മൾ നേരെ ഈ വായിച്ച ഭാഗത്ത് ഇപ്പം ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഒരുത്തൻ അനുവാദം ചോദിച്ചു, യേശു അനുവദിച്ചില്ല. ഈ ഭാഗത്ത് വേറെ വല്ലവരും അനുവാദം ചോദിച്ച് യേശു അനുവദിക്കുന്നതായിട്ടുണ്ടോ? പിശാചുക്കൾ ചോദിച്ചപ്പോൾ അനുവദിച്ചു, പിശാച് പുറത്തായവൻ ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല. എന്നാ ന്യായമായത്? പിശാച് ചോദിച്ചപ്പോൾ അനുവദിച്ചു, പിശാച് പുറത്തായവൻ ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല. എന്തുകൊണ്ട്? അടുത്ത വാക്യം നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്ത് ചെന്ന് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതും നിന്നോടെങ്ങനെയാണ് കരുണ കാണിച്ചതുമെന്ന് അവരെ അറിയിക്കുക. നീ എൻ്റെ കൂടെ വരണ്ട, എനിക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട. നീ എന്ത് ചെയ്യണം? ഈ നാട് മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ഈ നാട് മുഴുവൻ എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ ജോലി എന്താണ്? കൺവെൻഷന് വന്ന് ദൈവം സ്പർശിച്ച് രോഗം മാറിയ, നിന്റെ ജീവിതത്തിൻ്റെ തടസ്സം മാറിയ, നിന്റെ കണ്ണുനീര് മാറിയ, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്, നിന്റെ ജോലി എന്താണ്? നിന്റെ വീട്ടിൽ ചെന്ന്, നിന്റെ നാട്ടിൽ ചെന്ന് സകല ആളുകളോടും യേശു നിനക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നീ പറയുക. ഇതാണ് 5-ാം ദിവസം കൺവെൻഷൻ കഴിയുമ്പോൾ
നിങ്ങളുടെ ജോലി യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എല്ലാവരോടും പോയി പറയുക. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവരോടും പോയി പറയുക, എല്ലാവരോടും. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിന് നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവരാഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് അമ്മച്ചി, യേശുവിന് അമ്മച്ചിയോട് ഒരു സ്പെഷ്യൽ സ്നേഹം, ഒരു സ്പെഷ്യൽ സ്നേഹം. ഇപ്പോൾ പോൾസൺ ബ്രദർ അവിടെ നിൽക്കുന്നു, അതുപോലെ വേറെ 10 പേരും നിൽക്കുന്നു. ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ ബ്രദറിനെ ആദ്യം വിളിക്കത്തുള്ളൂ. കാരണം എന്താ? ബ്രദറിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതെൻ്റെ കൂടെയുള്ള ആളായതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അമ്മച്ചിയോട് ഞാൻ പറയണം, അമ്മച്ചി ഇത് ഇപ്പം നടക്കും. അമ്മച്ചിയോട് യേശുവിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് അമ്മച്ചി ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം വരുമ്പോഴേ കർത്താവ് വന്നിട്ട് വിഷമിക്കണ്ട മോനെ, ധൈര്യമായിട്ടിരിക്കടാ, ഞാനില്ലടാ നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മനുഷ്യർ പറയുന്നതിനേക്കാളും നന്നായിട്ട് ഈശോ കൂടെ നിന്ന് പറയുന്ന ഒരു പ്രത്യേക സ്നേഹം വേണോ? വേണോ? വേണോടി? വേണോ? അപ്പോൾ ഇവർക്കും വേണം. നിങ്ങൾക്ക് വേണോ? വേണ്ടേ? ആ പ്രത്യേക സ്നേഹം കിട്ടാൻ ഞാൻ 19 വർഷമായി സുവിശേഷം പ്രസംഗിക്കാൻ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. ഞാൻ പറയട്ടെ, യേശുവിനൊരു പ്രത്യേക സ്നേഹം നിങ്ങളോട് വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്തോ, യേശുവിനെക്കുറിച്ച് കാണുന്നവരോടെല്ലാം ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ യേശുവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എന്നാ ചോദിച്ചാലും ഈശോ തരും. ഒറ്റ കണ്ടീഷൻ, കാണുന്നവരോടെല്ലാം യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയണം. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ച് വിടുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ്, ഈ തീരങ്ങളിലൂടെ എല്ലാം വന്ന് ഒരു ദിവസം നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം, എന്താണ് ആനിലച്ചൻ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ വന്നിട്ട് അവിടെ നിന്നിട്ട് പറയണം, ഈ അച്ഛൻ പറയുന്ന സത്യമാണ്, യേശു ഞങ്ങളെയും സ്പർശിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? യേശു ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, യേശു ഞങ്ങളുടെ ജീവിതത്തിലാണ്, യേശു ഞങ്ങൾക്ക് സമാധാനം, യേശു ഞങ്ങൾക്ക് നിത്യജീവനെക്കുറിച്ച് പ്രത്യാശ തന്ന് ഞങ്ങൾ മരിച്ചു പോകേണ്ട, തകർന്നു പോകേണ്ട ഞങ്ങളുടെ ജീവിതത്തെ യേശുവാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. അപ്പോൾ അതാണ് ഇവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരണ്ട, എനിക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട, നീ ചെന്നിട്ട് ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുക. ഇനി എന്താ സംഭവിച്ചെന്നറിയാമോ? എന്താ സംഭവിച്ചെന്നറിയാമോ? വായിച്ചേ ആ ബൈബിളിൽ എന്താ മോനെ? അതായത് അവൻ എന്ത് ചെയ്തു? അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കോപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ദെക്കോപോളിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10 നഗരങ്ങൾ എന്നാണ്. ഈ 10 നഗരങ്ങളിൽ ഈ മനുഷ്യൻ പോയിട്ട് യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അത് മുഴുവൻ ആ സ്ഥലത്ത് പോയി ഈ മനുഷ്യൻ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെ പ്രഘോഷിച്ചപ്പോൾ അതിനെന്തെങ്കിലും ഗുണമുണ്ടായോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇവ പോയി പ്രസംഗിച്ചില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സുവിശേഷം അനുസരിച്ച് ആദ്യമായിട്ടൊരു വ്യക്തി യേശുവിന് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്നത് ഈ പിശാച് ബാധിതനാണ്. നമ്മൾ ഈ ഭാഗം വായിച്ചപ്പോഴെല്ലാം ഇതൊരു പിശാച് ബാധിച്ചവൻ, അവനിലെ പിശാച് പുറത്തുപോയി, ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ യേശു അവനെ ഒരു മിഷണറിയാക്കി മാറ്റി. തിരുസഭയിലെ ആദ്യത്തെ മിഷണറിമാരിൽ ഒരാളാണ് ഈ പിശാച് ബാധിതൻ. സമറിയാക്കാരി പോയി യേശുവിനെക്കുറിച്ച് സമറിയാദേശത്ത് പറയുന്നതിന് മുമ്പ് യേശുവിനെക്കുറിച്ച് പോയി പറഞ്ഞ ആദ്യത്തെ മിഷണറിയാണ് ഈ പിശാച് ബാധിതൻ. യേശുവിനെ അവൻ പോയി പ്രഘോഷിക്കാൻ തുടങ്ങി. യേശു തനിക്ക് വേണ്ടി ചെയ്തത് അവൻ ആളുകളുടെ അടുത്ത് വിവരിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തത് നിങ്ങൾ വായിക്കേണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ, മർക്കോസ് 7:31 മുതൽ വായിക്കാം. അവൻ ടയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ഏത് സ്ഥലം? ദെക്കോപോളിസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ഇത് യേശു ഈ സ്ഥലത്ത് രണ്ടാമത് പോകുന്നതാണ്.
ആദ്യത്തെ തവണ ചെന്നപ്പോൾ നാട്ടുകാരെന്ത് പറഞ്ഞു? സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ യേശു രണ്ടാമത് ദെക്കോപോളിസ് പ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വായിക്കാം, ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആദ്യം പോയപ്പോൾ അവർ വന്നത് ഇവിടുന്ന് സ്ഥലം വിടാൻ പറയാനാണ്. ഇപ്പോൾ യേശു അവിടെ വന്നു എന്ന് കേട്ടപ്പോൾ അവർ യേശുവിൻ്റെ അടുത്ത് ബധിരനും മൂകനുമായൊരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. ഇനി 8-ാം അധ്യായം 1-ാം വാക്യം. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. ഇനി വളരെ ശ്രദ്ധിച്ചെന്നെ കേൾക്കണം, വളരെ ശ്രദ്ധിച്ച്, സാവധാനമേ ഞാൻ പറയത്തുള്ളൂ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ പ്രാവശ്യം യേശു ദെക്കോപോളിസ് പ്രദേശത്ത് ചെന്നപ്പോൾ ആ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് പന്നികളാണ് വലുത്, വേഗം സ്ഥലം വിട്ടോളുക. അവിടെ യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്തി അവനെ മിഷണറിയാക്കി മാറ്റി. അവൻ തൻ്റെ നാട്ടിലും വീട്ടിലും ചെന്ന് യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ യേശുവിനെ പ്രഘോഷിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് അവിടെ അനേകം വിശ്വാസികളുണ്ടായി. അവരുടെ സംഖ്യയാണ് 4000 പേര്. ഈ ദെക്കോപോളിസിൽ ഈ പിശാച് ബാധിതൻ ചെന്ന് പ്രസംഗിച്ചതിൻ്റെ റിസൾട്ടാണ് യേശുവിൻ്റെ അടുത്ത് നിന്ന് അപ്പം ഭക്ഷിക്കാൻ വന്ന, യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്ന ഈ 4000 പേര്. ആ പ്രദേശത്ത് 4000 ആത്മാക്കളെ ഇവൻ നേടി. പറഞ്ഞേ ഹല്ലേലൂയാ. 2000 പന്നികൾ ചത്തെടുത്ത് 4000 ആത്മാക്കളെ ഇവൻ ആ ദേശത്ത് നേടിയെടുത്തു. 2000 പന്നിക്ക് പകരം അവൻ 4000 ആത്മാക്കളെ സ്വർഗത്തിലെത്തിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലായി? ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഈ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് സുവിശേഷങ്ങളിൽ പരിശുദ്ധ കുർബാനയാണ്. സംശയമുണ്ടോ? ഇല്ല, കുർബാനയാണിത്. യേശു അപ്പം മുറിച്ച് വിളമ്പുന്നത് കുർബാനയുടെ സൂചനയാണ്. ഇവിടെ കുർബാനയാണ്. യോഹന്നാൻ 6 അത് ശരിക്കും കുർബാനയായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ കുർബാന കൊടുക്കുന്ന ആർക്കാ? നിങ്ങൾ പള്ളി വരുന്ന എല്ലാവർക്കും കുർബാന കൊടുക്കുമോ? വിശുർബാന ആർക്കാ മോളെ കൊടുക്കുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത മാമോദീസ ആണോ? ആണോ? മാമോദീസ സ്വീകരിക്കാത്തവർക്ക് കുർബാന കൊടുക്കില്ല. കൊടുക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിലേ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുന്നതാണ് മാമോദീസ. യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുന്നതാണ് മാമോദീസ. അങ്ങനെ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച ദെക്കോപോളിസ് പ്രദേശത്തുള്ള ആളുകൾക്ക് യേശു കുർബാന കൊടുത്തതാണ് ഇപ്പോൾ വായിച്ചു കേട്ട സംഭവം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? അതായത് അവിടെ ഒരു സഭ രൂപപ്പെട്ടു, അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു, അവിടെ വിശ്വാസികളുടെ ഒരു സമൂഹം രൂപപ്പെട്ടു. എന്താണ്? ഒരു പിശാച് ബാധിതൻ സുഖപ്പെട്ടപ്പോൾ ആ ദേശത്ത് വിശ്വാസികളുടെ വലിയ ഒരു കൂട്ടായ്മയുണ്ടായി. കൺവെൻഷൻ കഴിയുമ്പോൾ യേശു നിങ്ങളെ വിടുകയാണ്. നിങ്ങൾ യേശുവിനെ പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ യേശുവിനെ സ്വീകരിച്ച് നിങ്ങൾ മൂലം ഈ ദേശത്ത് അനേകായിരങ്ങൾ യേശുവിനെ ഏറ്റുപറയാൻ ഇടയാവും. ആ ഡ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഈ കൺവെൻഷൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്താൽ കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ വീണ്ടും കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു? നിങ്ങൾക്കൊരു ജോലിയുണ്ട്. നാളെ മുതൽ കൺവെൻഷൻ ഇന്ന് കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങളുടെ ജോലി, നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ, നിങ്ങൾ പണിക്ക് പോകുമ്പോൾ,
നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങൾ അയൽപക്കക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ യേശു നിങ്ങൾക്ക് ചെയ്തു തന്നത് ചെറിയ 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 കാര്യങ്ങളാണെങ്കിലും അത് പറയണം. അത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരികയാണ്, ഒരു അച്ഛൻ്റെ വാക്ക്, ഒരു പുരോഹിതൻ്റെ വാക്ക്, ഒരു സുവിശേഷകൻ്റെ വാക്ക്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങളുടെ വീട്ടിൽ യേശു ജീവനോടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ യേശു ജീവനോടുണ്ടെന്ന് യേശു നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് യേശു നിങ്ങൾക്ക്, എനിക്കുണ്ടല്ലോ, ഞാൻ കരഞ്ഞു പോവും. എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. എന്തെന്നറിയാമോ? നമുക്കതുപോലെ കർത്താവ് ജീവനോടെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും. ജീവനോടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ യേശു നടക്കും. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഒന്നുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അതായത് ഇത് യേശു നോട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് യു പിയിലൊക്കെ യേശുവിനെ പറയാനായിട്ട് ആഗ്രഹമുണ്ട്. അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം. അപ്പോൾ യു പി പോകാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. നീ വരുന്നു ചോദിച്ചു. പറഞ്ഞു, അച്ഛാ സാമ്പത്തിക ബാധ്യതയാണ് വീട്ടിൽ, അത് കാരണം എന്നെ വീട്ടുകാർ വിടില്ല. കാരണം വീട്ടിൽ ഭയങ്കര സാമ്പത്തിക ഞെരുക്കമാണ്, അത് കാരണം എന്നെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്കൊന്നും വീട്ടുകാർ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, നീ വീട്ടുകാരെ എതിർത്തിട്ട് വരണ്ട, നീ വീട്ടുകാർക്ക് സമ്മതമാകുമ്പോൾ വന്നാൽ മതി, വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഞാൻ അവിടെ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് അവിടെ അവൻ പറഞ്ഞു, അച്ഛാ ഇവിടെ ആണെങ്കിൽ എൻ്റെ വീട്ടുകാരനെ വിടും, ഇവിടെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണം, ഞാൻ അവിടെ വന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അവിടെ വന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മധ്യസ്ഥം പ്രാർത്ഥിച്ച് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവനെ വിളിച്ചിട്ട് ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, പ്രയാസമുണ്ട്. എന്താണ്? എൻ്റെ ബാങ്കിൽ ജപ്തി ആയിരിക്കുകയാണ്, ഇപ്പോൾ 95,000 രൂപ അടച്ചില്ലെങ്കിൽ ജപ്തിയാവും. ഉടനെ ആ ആൾ അവനോട് പറയുകയാണ്, ആ 95,000 രൂപ നാളെ രാവിലെ നീ വരിക, നിനക്ക് ഞാൻ തരും, നാളെ രാവിലെ. ഇവനിപ്പോൾ എന്താ പറയുന്നത് അറിയാമോ? ഇവനിപ്പോൾ പറയുന്നത്, എൻ്റെ വീട്ടുകാർക്കിപ്പോൾ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതിന് തടസ്സമില്ല. കാരണം അവർക്ക് മനസ്സിലായി, ഞാൻ സുവിശേഷ വേല ചെയ്താൽ യേശു എൻ്റെ വീട്ടിൽ വരുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു യുവജന ധ്യാനം നടക്കുമ്പോൾ ആ യുവജന ധ്യാനത്തിന് വന്ന് പങ്കെടുത്തിട്ട് കർത്താവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു പാവപ്പെട്ട മകള് നാട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഒരു 4-5 പിള്ളേരുമായിട്ട് അടുത്ത ധ്യാനത്തിന് വന്നു. ആദ്യത്തെ ധ്യാനം കൂടിയ കുട്ടിയാണ്. ഒരു 4-5 കുട്ടി അടുത്ത ധ്യാനത്തിന് വന്നു. ആ കുട്ടി ധ്യാനത്തിന് വന്നിട്ടുണ്ടോയെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ അവിടെ ചില ആളുകൾ അത് അവർക്ക് മനസ്സിലായി, ഈ കുട്ടി കഴിഞ്ഞ ധ്യാനത്തിന് വന്നതാണ്, ഈ 5-6 കുട്ടികളെയും കൊണ്ട് വേറെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിന് ഒരു ജപ്തി നടപടി ഉണ്ടായി. ആ കുടുംബത്തിൻ്റെ വീട്ടുവാതിക്കൽ എഴുതി ഒട്ടിച്ചു, ഈ വീടിൻ്റെ സ്ഥലവും ബാങ്കിൻ്റേതാണ്, അതിക്രമിച്ച് കയറുന്നവർ ശിക്ഷാർഹരാണ്, ഇത് ക്രയവിക്രയം ചെയ്യാനോ വ്യാപാരം ചെയ്യാൻ അനുവാദമില്ല, ഇതിന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് ബാങ്കിൽ അടയ്ക്കാനുള്ളത്? അവർ പറഞ്ഞു, എത്ര രൂപയാണ്? അത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിൽ കുറച്ച് ഞാൻ തന്ന് ഇപ്പോൾ ഈ ജപ്തി നടപടി ഒഴിവാക്കി തരാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം. ഞാൻ എന്താ പറയുക, ഇതെന്താ സംഭവിക്കുന്നത്? യേശുവിനെ ഏറ്റുപറയാൻ ഈ പാവപ്പെട്ട പെൺകുട്ടി തയ്യാറായപ്പോൾ യേശു അവരുടെ ജപ്തിയിലും ദാരിദ്ര്യത്തിലും ഇടപെടാൻ യേശു തീരുമാനിച്ചു. യേശു എന്നെ ഏറ്റുപറയുന്ന ഒരു കുടുംബമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇഷ്ടം പോലെ അനുഭവം ഞാൻ പറയും, ഇഷ്ടം പോലെ. അതുകൊണ്ട് അമ്മച്ചിക്ക് യേശുവിൻ്റെ സ്പെഷ്യൽ സ്നേഹം വേണോ? യേശുവിനെ കുറിച്ച് എല്ലായിടത്തും പോയി പറഞ്ഞു. അപ്പം നിങ്ങൾ ആളുകളുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. ആളുകൾ പരിഹസിക്കും നിങ്ങളെ, ആളുകൾ കുറ്റം പറയും. ഓ, നീ ആരാന്ന് എനിക്കറിയാം, നീ 1922 ഇവിടെ ജീവിച്ചെങ്ങനെയാണെന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. 1995 നീ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ പറയണം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. എനിക്ക് 1995 ഇല്ല, യേശു അത് എടുത്തു മാറ്റി, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ആളുകൾ എന്ത് പറഞ്ഞാലും പ്രിയ മക്കളെ, അതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്, അതിനെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കരുത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. ആളുകൾ തെറി വിളിച്ചാലും തല്ലിയാലും യേശുവിനെ കുറിച്ച് പറയണം. എന്തെന്നറിയാമോ? മനുഷ്യർ നിങ്ങൾക്കെതിരാവും,
യേശു കുറേ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും. യേശു കുറേ കൂടെ നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും. കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ അസാധാരണമായ വിധത്തിൽ അനുഭവിക്കും, അസാധാരണമായിട്ട്. അതുകൊണ്ട് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വാക്ക്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.